വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീലൂസ് നീല വ്ലോഗ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂറുമാണ് ഗൈസ്. മൂന്നാറിലോട്ടാണ് നമ്മൾ ടൂർ പോകുന്നത്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ഒക്കെയാണ്. അപ്പം അടിച്ച് പൊളിക്കണം. അപ്പം 2 ഡേയും 1 നൈറ്റുമാണ്. 2 ഡേയും 1 നൈറ്റും. അപ്പോൾ സൈനോട് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്ന സൈനും കാശ്മീരൊക്കെ പോണ കൂട്ടാണ് ഗൈസ്. ബട്ട് ഞങ്ങൾ പോകുന്നത് മൂന്നാറാണ് ഗൈസ്. അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്യാണ് ഗൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകുന്നതിനും എൻ്റെ ചലാടിയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആകുന്നുണ്ട്. നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ ആഫിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആഫിയാണ്, ആഫി അവിടെ ഇരിപ്പുണ്ട്. ആഫിയൊക്കെ അറിയാൻ പാടില്ല ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന്. അപ്പോൾ ആഫി എന്താ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം ഞങ്ങൾ ഹായ് പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അടിച്ചു വിളിക്കണം. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 4 മണിയാണ്. അപ്പം ഇതാട്ടോ ഗൈസ് വണ്ടി. അപ്പം അതാണ് വണ്ടി. ഇതാട്ടോ ഗൈസ് വണ്ടി. ഞങ്ങൾ പോയത് AC ഒക്കെ ആയിരുന്നു വണ്ടിയിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ ഇരിക്കാൻ. പൈസ അതൊക്കെയാണ് വണ്ടി. അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. നല്ല രസമുണ്ട്. AC ഒക്കെയാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഒരു കസിൻ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ കസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇനി പോണ വഴിയിലൂടെയൊക്കെ വീഡിയോ എടുക്കുന്നതായിട്ട്. അപ്പൊ ഗൈസ് ഇപ്പം അടിമാലി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. അപ്പൊ ഗൈസ് ഇപ്പം അടിമാലി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഇച്ചിരിയിൽ ഇറങ്ങി ഗൈസ്. അപ്പോൾ അവിടെ ഒരു മലയുണ്ട്. നല്ല വലിയൊരു മലയാണത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ചപ്പാത്തിയും കുറുമക്കറിയാണ്. അപ്പം ഗൈസ്, അപ്പം ഞങ്ങൾ വണ്ടിയിലിരിക്കുകയാണ്. യെസ്, അവ കണ്ടോടെ ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. കണ്ടോ ഗൈസ്, ഞാൻ ഈ കോട്ട് എങ്ങനെ ഇട്ടിട്ടുണ്ട്, കൊള്ളാമോ? ഐഷാക്ക് ഇപ്പൊ എണീച്ചുള്ളൂ. ഉറക്കത്തിലായിരുന്നു. ഞാനൊക്കെ ഇച്ചിരി ഞങ്ങളൊന്ന് ഉറങ്ങിട്ടോ. ഇപ്പൊ സമയം 8:30 ആയിട്ടുണ്ട്. 9:00 എത്തൂല. ഗൈസ് ഇപ്പൊ അടിമാലി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എത്തൂല 9 മണിക്ക്. എന്നെ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നു ഞാൻ ഏതാണ്ട് കാശ്മീരൊക്കെ പോയിരുന്നു. ഗൈസ് ഇതാണ് ഇവരുടെ പേരാണ് ഫൈസാൻ. ഗൈസ് കണ്ടോ ഒരു മല വലിയത്. ഗൈസ് നമ്മുടെ തൊല്ലു ബേബി പറ. ഗൈസ് ഈ മല കണ്ടോ എന്ത് വലുതല്ലേ. നല്ല വലിയൊരു പാറയുടെ പോലത്തേക്കൊരു മല. ആഫി ഉണ്ടോ അവിടെ? ഗൈസ് കണ്ടോ ഒരു വലിയൊരു മല. ഗൈസ് അങ്ങനെ തേയിലത്തോട്ടെത്തി. ആ മലയുടെ അവിടെയൊക്കെ കോടയാണെന്ന്. ഗൈസ് അങ്ങനെ ഞങ്ങൾ മൂന്നാറെത്തി. ഗൈസ് അപ്പം ഞങ്ങൾ ഇപ്പം 2-3 സ്ഥലം ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എടുക്കാൻ മറന്നുപോയി. അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് പൈൻ വാലിയിലോട്ടാണ് ഗൈസ്. മൂന്നാറിലെ പൈൻ വാലിയിലോട്ട്. പിന്നെ കുറേ കുരങ്ങന്മാരാണെങ്കിൽ നല്ല പേരുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വലിയ വലിയ മലകളുണ്ടായിരുന്നു. പിന്നെ ഈ ഇതൊക്കെ കാണുന്നത് തേയിലത്തോട്ടില്ലേ, അതിങ്ങനെ വേർതിരിച്ചിട്ട് വേറെ ഇങ്ങനെ മലകളുടെ മുകളിൽ വച്ചേക്കുന്ന കേട്ടോ ഇതെന്ന് പറയുന്നത്. കുറേ ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കേട്ടോ ഒരു കുഞ്ഞു കുരങ്ങൻ പോകുന്നത്. ഇതിനും കുഞ്ഞിതുണ്ടായിരുന്നു. പട്ടി ഞാൻ എടുക്കാൻ മറന്നുപോയി. കണ്ടോ എന്തോ തിന്നാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു കുരങ്ങിനും ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ ഒരു മുതുക്ക് കുരങ്ങനുണ്ട് കേട്ടോ. ഞാൻ സുഖം ചെയ്യുന്നുണ്ട്. മുതുക്ക് കുരങ്ങൻ ഇത് കേട്ടോ ഗൈസ്. വലിയൊരു കുരങ്ങനാണിത്. ഗൈസ് അങ്ങനെ തേയിലത്തോട്ടെത്തി. മലയുടെ അവിടെയൊക്കെ കോടയാണെന്ന്. ഗൈസ് ഇത് എങ്ങനെയുണ്ട്? ഞാൻ മേടിച്ചാട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഹൈക്ക് റേഞ്ചിലൊക്കെ പോകുമ്പോൾ എൻ്റെ ചെവി എവിടെയും അതിന് അടയാതിരിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. അപ്പം പറയുക, ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു.
ലഞ്ചിന് കുമ്പളങ്ങ കറിയും പിന്നെ ചിക്കൻ ഫ്രൈ, പിക്കിൾ അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ നിർത്തിയത്. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. പിന്നെന്താ, അടിപൊളിയായിരുന്നു. പിന്നെ ഏകദേശം 3 മണി ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയൊക്കെ ഉണ്ടായിരുന്നു. നോർമൽ റൈസ് ആയിരുന്നു കേട്ടോ, അല്ലാതെ നോർമൽ റൈസ് ആയിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കോട നിങ്ങളെ കാഴ്ചയൊക്കെ കോടൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ കോടയൊക്കെ പോയി ഗൈസ്. ഞാൻ കാണിച്ചു തരും. എന്തായാലും നിങ്ങൾ ഞാൻ കോട കാണിച്ചു തന്നായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് ഫ്രൈസ്. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയേക്കാണ് റോഡിൽ. ഗൈസ് കോട ഇറങ്ങി വരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ ഞാൻ കോട കാണിക്കുമെന്ന്. നല്ല വ്യൂ ആട്ടോ ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങളുടെ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം റൂമിലൊക്കെ എത്തി. 4 ബെഡ്റൂമും ആണ് ഉള്ളത്. ഒരു വീടായിട്ട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കാല് താഴ്ത്ത് കുത്താൻ പറ്റുള്ള എല്ലാവരും ജയിനൊക്കെ ഷോക്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഷോക്സ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഷൂവിന് അധികം ഷോക്സ് അങ്ങനെ ഇടാറില്ല. പിന്നെന്താ, നല്ല തണുപ്പുണ്ട് ഇതിനുള്ളിൽ, നല്ല തണുപ്പുണ്ട് ഗൈസ്. എന്താ പറയുക. അപ്പം ഇന്ന് രാത്രി ഞങ്ങൾ കഴിക്കാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാ ഗൈസ്, അവിടെ ഐശു ബേബി വരെയാണ് പോയി. ഇന്ന് രാത്രി എന്താന്ന് വെച്ചാൽ നെയ്ച്ചോറിന്റെ അരി മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്ന് രാത്രി മദേഴ്സ് എല്ലാം കൂടി ജസ്റ്റ് എന്താ പറയാ, ഉമ്മയും ഉമ്മായും കൂടി ജസ്റ്റ് ഒരു പ്ലാൻ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ മാഗി മേടിച്ചിട്ടുണ്ട്. പിന്നെ മാഗി മേടിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നെയ്ച്ചോറിന്റെ അരി മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, സവാളയും ഒനിയനും ചില്ലിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്ച്ചോറിന്റെ അരി മേടിച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നെയ്ച്ചോറിന്റെ അരി വേവിക്കും. ശേഷം മാഗി ഇട്ടിട്ട് മുട്ട കുത്തിച്ചിട്ട് ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. അപ്പം ജസ്റ്റ് വി ക്യാൻ ട്രൈ എന്നുള്ള രീതിയിലാണ്. അവർ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. ആദ്യം പിന്നെ ബ്രെഡും ഉണ്ട്. അപ്പോൾ അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ടാണ്. അപ്പം നാളെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം നാളെ കൂടി ഉള്ളൂ. അതിനുശേഷം നാളെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും. എന്താ പറയുക, നാളെ ഞങ്ങളിവിടുന്ന് തിരിക്കും. എന്താ പറയുക, പിന്നെന്താ, എനിക്കുണ്ടല്ലോ ബോയ്സ്. പിന്നെ ഇച്ചിരി നാളിങ്ങനെ വീഡിയോസൊക്കെ ലാഗായെന്താ വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തു നോക്കും. കുറേ വീഡിയോസ് എടുത്തു നോക്കും. കുറേ ഞാൻ എടുത്തു വെച്ച്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആരാണ്. വീഡിയോസ് എടുക്കാൻ പക്ഷെ ബട്ട് എഡിറ്റ് ചെയ്യാൻ നല്ല മടിയുള്ള ആളാണ്. അപ്പം എന്താ പറയുക, ഞാൻ എഡിറ്റ് ചെയ്യില്ല. അപ്പം പിന്നെ എന്താ പറയുക, എഡിറ്റ് ചെയ്യാൻ ഒരു തോന്നൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറും. അപ്പം എന്താ പറയുക, കുറേ വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക സ്റ്റോറേജ് ഉണ്ടാവില്ല. അപ്പം എനിക്ക് അത് എന്താ പറയുക എഡിറ്റൊക്കെ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോറേജൊക്കെ ക്ലിയർ ആക്കി ഇപ്പം ഒരു വീഡിയോ കിട്ടുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതൊക്കെ ആയിരിക്കും എന്താ പറയുക, അതാണ് ഇച്ചിരി ലാഗായത് വീഡിയോസൊക്കെ. അപ്പോൾ ഇനി വരെ ഞാൻ കറക്റ്റായിട്ട് ഇടാം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ ഒരു എന്താ പറയുക നൈറ്റിലെ ഡിഷൊക്കെ എന്ന് പറയാൻ വേണ്ടി പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഫ്രഷ് ആവണം. രാവിലെ കുളിച്ചല്ലേ, ഫ്രഷ് ആവണം. ഒന്ന് ഫ്രഷ് ആവണം. അപ്പം എല്ലാവരും സൗണ്ടാണ്, സോറി. അപ്പം എന്താ പറയുക 4 ബെഡ്റൂമൊക്കെയാണ്. അപ്പം നാളെ ഒരു സ്ഥലത്തുണ്ടാവും. നാളത്തെ വീഡിയോ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇച്ചിരി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. അപ്പം ആ സാധനം വർക്കായി. ഡിഷ് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു.
അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു കൊടുക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പോയപ്പിക്കുന്നത് നമുക്ക് സോറി ഉറക്കത്തിൻ്റെ ഇതിൽ പെട്ടെന്ന് പറഞ്ഞതാ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.